മെറബലാർ. ടർക്കിഷ് ലാംഗ്വേജിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ടർക്കിഷിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു സെന്റൻസിന്റെ അവസാനത്തിൽ മ്, മീ, മു, ഓർ, മു ഈ 4 സഫിക്സുകളിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. മ്, മീ, മു, ഓർ, മു. ഇത്തരത്തിൽ ഈ 4 സഫിക്സുകൾ ഒരു സെന്റൻസിന്റെ അവസാനത്തിൽ ചേർത്ത് കൊടുത്താൽ ആ സെന്റൻസ് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയി മാറുന്നതായിരിക്കും. ഇനി മ്, ഈ സഫിക്സുകൾ ഏത് സെന്റൻസിന്റെ കൂടെയാണ് ചേർത്ത് പറയേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ടർക്കിഷിലെ 4-way vowel harmony rules ആണ്. 4-way vowel harmony rules. ഇതിനു മുമ്പ് ഓർഡിനൽ നമ്പേഴ്സിനെ കുറിച്ച് ചർച്ച ചെയ്ത സമയത്ത് 4-way vowel harmony റൂൾസിനെ കുറിച്ച് നമ്മൾ വിശദീകരിച്ചിരുന്നു. അതുപോലെ ഈ 4 ക്വസ്റ്റ്യൻ സഫിക്സുകളും 4-way vowel harmony റൂൾസ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് റൂൾ, ഒരു സെന്റൻസിലെ ക്വസ്റ്റ്യൻ സഫിക്സിന് തൊട്ട് മുമ്പുള്ള പദത്തിലെ അവസാനത്തെ വവൽ ലെറ്റർ ആ, ഇ, ആ, ഇ എന്നിവയിൽ ഏതെങ്കിലും ഒന്നാവുകയാണെങ്കിൽ അതിനുശേഷം മ് എന്ന ക്വസ്റ്റ്യൻ സഫിക്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. മ്. ഫോർ എക്സാമ്പിൾ, ബു കിതാബ്. ബു കിതാബ്. ദിസ് ഈസ് എ ബുക്ക്. ദിസ് ഈസ് എ ബുക്ക് എന്നുള്ള സെന്റൻസിനെ ഈസ് ദിസ് എ ബുക്ക് എന്ന രൂപത്തിൽ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കി മാറ്റുന്നതിന് വേണ്ടി കിതാബ് എന്ന പദത്തിന് ശേഷം മ് എന്ന ക്വസ്റ്റ്യൻ സഫിക്സ് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇവിടെ കിതാബ് എന്ന പദത്തിലെ അവസാനത്തെ വവൽ ലെറ്റർ ആ ആണ്. ആ. സോ ടർക്കിഷിലെ 4-way vowel harmony റൂൾസ് അനുസരിച്ച് കിതാബ് എന്ന പദത്തിന് ശേഷം മ് എന്ന ക്വസ്റ്റ്യൻ സഫിക്സ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. മ്. ബു കിതാബ് പ്ലസ് മ്. ബു കിതാബ് മ്. ബു കിതാബ് മ്. ബു കിതാബ് മ് മീൻസ് ഈസ് ദിസ് എ ബുക്ക്? ഈസ് ദിസ് എ ബുക്ക്? മറ്റൊരു ഉദാഹരണം, ബു സുനഫ്. ബു സുനഫ്. ബു സുനഫ് മീൻസ് ദിസ് ഈസ് എ ക്ലാസ് റൂം. ബു സുനഫ്. ഇവിടെ സുനഫ് എന്ന പദത്തിലെ അവസാനത്തെ വവൽ ലെറ്റർ ഇ എന്നതാണ്. ഇ. അതുകൊണ്ട് തന്നെ സുനഫ് എന്ന പദത്തിന് ശേഷം മ് എന്ന ക്വസ്റ്റ്യൻ സഫിക്സ് ആണ് ചേർത്ത് പറയേണ്ടത്. ബു സുനഫ് എന്നതിൻ്റെ കൂടെ മ് ചേർത്ത് കൊടുത്താൽ ബു സുനഫ് മ്. ബു സുനഫ് മ്. ബു സുനഫ് മ്. ഈസ് ദിസ് എ ക്ലാസ് റൂം? ബു സുനഫ് മ്.